ഒരിക്കലും മരുന്നുകൾ, മരുന്നിൻ്റെ കുറിപ്പടികൾ, കോടതി കേസ് രേഖകൾ, കടം ലിസ്റ്റുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് വികാരങ്ങൾ സൃഷ്ടിക്കുന്ന രേഖകൾ എന്നിവയൊന്നും പേഴ്സിൽ സൂക്ഷിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ വസ്തുവാണ് പേഴ്സ്. ഒരു വ്യക്തിയുടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണിത്. അതിനാൽ തന്നെ പേഴ്സ് വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. വെള്ളി, സ്വർണം, ചെമ്പ്, പിച്ചള നാണയങ്ങൾ തുകൽ സഞ്ചികളിൽ സൂക്ഷിച്ചിരുന്ന പുരാതന കാലം മുതലേ പണസഞ്ചികൾ എന്ന ആശയം മനുഷ്യ ജീവിതത്തിൽ നിലനിന്നിരുന്നു. ഈജിപ്തിലും ഗ്രീസിലും ആളുകൾ അരയിൽ കെട്ടിയ പണസഞ്ചികൾ ധരിച്ചിരുന്നു. 18-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ആധുനിക വാലറ്റ് രൂപപ്പെട്ടത്. അതിനാൽ തന്നെ ഇത് വൃത്തിയായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. എന്നാൽ അതുപോലെ തന്നെ കീറിയതോ കേടായതോ ആയ പേഴ്സ് ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണെന്നും പറയപ്പെടുന്നു. ഒരിക്കലും പണം വൃത്തിയില്ലാത്ത രീതിയിൽ കുത്തി നിറച്ച് പേഴ്സിൽ വെക്കരുത്. പലരും പണം പലപ്പോഴും മടക്കി ചെറുതാക്കി കുത്തി നിറയ്ക്കുന്ന രീതിയിലാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ശുഭകരമല്ല. മരിച്ച കുടുംബാംഗങ്ങളുടെ ഫോട്ടോകൾ ഒരിക്കലും പേഴ്സിൽ വെക്കുവാനും പാടില്ല. അതേസമയം തന്നെ ചില വസ്തുക്കൾ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ശുഭകരമായും കണക്കാക്കപ്പെടുന്നു. സ്ഥിരമായി 1-2 നാണയങ്ങൾ പേഴ്സിൽ സൂക്ഷിക്കുന്നത് സമ്പത്ത് ആകർഷിക്കുവാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഉപയോഗിക്കാത്ത 100 രൂപ നോട്ട് സൂക്ഷിക്കുന്നത് പണത്തിൻ്റെ ഒഴുക്ക് സ്ഥിരമായി നിലനിർത്തുവാൻ സഹായിക്കുന്നു. പഴയ നാണയങ്ങളും പഴയ നോട്ടുകളും സൂക്ഷിക്കുന്നതും നല്ലതാണ്. ബസ് ടിക്കറ്റുകളല്ലാതെ അനാവശ്യമായ പേപ്പറുകളൊന്നും തന്നെ പേഴ്സിൽ സൂക്ഷിക്കരുത്. എന്നാൽ ആവശ്യം കഴിഞ്ഞാൽ ബസ് ടിക്കറ്റുകളും പേഴ്സിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. ഇരുണ്ട നിറത്തിലുള്ള പേഴ്സുകളേക്കാൾ നല്ലത് ഇളം നിറത്തിലുള്ള പേഴ്സുകളാണ്. പ്രത്യേകിച്ച് കറുപ്പ് നിറത്തിലുള്ള പേഴ്സുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങൾക്കായി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.